Good afternoon, everyone. Good afternoon, Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. Lunch ഒക്കെ എല്ലാവരും ലഞ്ച് കഴിച്ചോ? പിന്നെ എന്ത് ഫുഡി ഞാൻ ഫുഡി കഴിച്ചു കഴിച്ചിട്ടില്ല. വീണ ടൈമിന് ഫുഡ് കഴിക്കണം. ഓക്കെ മിസ് ഞാൻ കഴിച്ചു. പിന്നെന്താ കഴിച്ചിട്ടില്ല. വിശന്നില്ല. അപ്പൊ അതിന് വിശക്കുമ്പോ കഴിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് നല്ലത്. ഓക്കെ എന്തെങ്കിലും വിശേഷം സുഖാണ്. ക്ലാസ് ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ പോർഷൻസ് ഒക്കെ ഓക്കെ ആണോ? മീൻസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് ആണ് പഠിച്ചത്. ടെൻസ് എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണ്. ടെൻസിന് ഡൗട്ട്സ് ഒന്നും ഇല്ല അല്ലെ? നമുക്കിപ്പോ പറഞ്ഞോണ്ടിരിക്കുമ്പോ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ ഒരു ചെറിയൊരു ഡൗട്ട്. ക്ലിയർ ചെയ്യാം കേട്ടോ. ആ വീണക്ക് ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ വീണ അപ്പൊ പറയൂ. Tell me about what we learned yesterday. Okay എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. About simple present tense. വീണ കുറിച്ച് പറഞ്ഞാൽ മതി. എല്ലാവരും പറയുന്നു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം നിങ്ങൾ ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. എല്ലാവരും ക്ലാസ് കേട്ടില്ല പിന്നെ ഒന്ന് ശരിയാവും. എല്ലാവരും പറയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇതാ പ്രസന്റ് ചെയ്യാം. നമുക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ മനസ്സിലായത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് ക്ലിയർ ചെയ്തരാം. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ പ്രസന്റ് ചെയ്യാം. നല്ല ക്ലാസ് കേട്ടില്ല. സ്കൂൾ പിള്ളേരുടെ എക്സ്ക്യൂസ് ആണത്. ഇന്നലെ ഞാൻ ക്ലാസ് കേട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ ഇറ്റ്സ് കുഴപ്പമില്ല, പറഞ്ഞുതരാട്ടോ. Good afternoon, Miss. ഓക്കെ അനു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞല്ലേ. കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചത് അതിന് മനസ്സിലായോ? കുറച്ചൊക്കെ. കുറച്ചൊക്കെ ഒന്നുകൂടെ പറയോ? അയ്യോ ഞാനിപ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുള്ളൂ. ശരി ആണോ? ഓക്കെ ഉമ്മക്ക് വയ്യാതെ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആയി? ഹെൽത്ത് ഓക്കെ ആയോ ഷമീമ? ഇല്ല എന്താ പറ്റി? ാണ്. അപ്പൊ ആരാ പറയാ കഴിഞ്ഞ ക്ലാസ് ഇഷ്യൂ ആണ്? ഓക്കെ നന്നായിട്ട് റെസ്റ്റ് വേണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ ചെയ്യുന്നേ. ഐ ആം ഓവർ തിങ്കിങ്, ഐ ആം വാച്ചിങ് ടെലിവിഷൻ മൂവീസ്. ഞാൻ അങ്ങനെ എഴുതിയ മിസ്, കറക്റ്റ് ആണോന്ന് അറിയില്ല. പിന്നെ സബ്ജക്റ്റ് പ്ലസ് V1, പിന്നെ സബ്ജക്റ്റ് I, you, we, they, he, she, it, very, body, sin. Subject he, she, it, everybody. ഇതൊക്കെ നോക്കി വായിക്കാണോ? നോക്കി വായിക്കാനല്ല, നോക്കി വായിക്കാൻ ആർക്കും ഇവിടെ ഞാൻ നിങ്ങളെ കാണുന്നില്ലതേ ഉള്ളൂ. എനിക്ക് അറിയാം കേട്ടോ. ഞാൻ നോക്കിയത് ഓക്കെ വേണ്ട പറയണ്ട. നോക്കി വായിക്കല്ലേ വേറെ ആർക്കാ മനസ്സിലായത്? ഇന്നലെ എടുത്ത പോർഷൻ മാത്രം ബുക്കിൽ നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറയും. ഈ മനസ്സിലായത് പറയുമ്പോ എങ്ങനെയാ പറയേണ്ടത് അറിയോ? നിങ്ങൾ ഇപ്പോൾ സിനിമ കണ്ടു,
ഓക്കെ, സിനിമ കണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് ആ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ കഥ പറയും. ആ കഥ എവിടെ നിന്ന് വന്നു? നിങ്ങൾക്ക് ആ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു പോർഷനാണ് നിങ്ങൾ ഷോർട്ടായി അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഇവിടെയും പറയുന്നത് ഇന്നലെ എടുത്ത ക്ലാസ് ഞാൻ എടുത്ത പോലെ അങ്ങനെ തന്നെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും. തെറ്റോ ശരിയോ എന്തോ ആവട്ടെ. ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ പറയും. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്, അതേപോലെ റൂട്ടൈൻസ്, ടൈം ടേബിള്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യണത്. എക്സാമ്പിള് സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, അതായത് പ്രപഞ്ച സത്യങ്ങള് ഇത് വരുന്നത്, അതായത് സൂര്യൻ കിഴക്കാണ് ഉദിക്കണത്. അത് നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനി എക്സാമ്പിൾ പറയണം. ഏതാ? ഏതെങ്കിലും ന്യൂ എക്സാമ്പിൾ പറയാം. പിന്നെ ഒരു എക്സാമ്പിള് ഹീ റൈറ്റ്സ്, അവൻ എഴുതുന്നു. അതായത് ഹാബിറ്റ്സ് ഒക്കെ അതിൽ പെടുന്നതാണ്. റൂട്ടീൻ, ഡെയിലി രാവിലെ എഴുന്നേൽക്കണത്, ഒരേ സമയത്ത് എഴുന്നേൽക്കണമെന്നാണെങ്കിൽ അത്. മിസ് പേരെന്തായിരുന്നു? അനു ജോസ്. ഓക്കെ, അനു ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? ശരിയാണോ? തെറ്റൊന്നുമില്ല. ഓക്കെ, ക്ലിയർ. ഇനി ചിഞ്ചു പറയും. ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസാ. അതില് പ്രസന്റ് സിമ്പിള് ഉണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാബിറ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ശീലിച്ചേക്കുന്ന, അങ്ങനെ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ ഡാൻസ് ഇരിക്കുന്നു, അല്ലെ രാവിലെ എന്നും ഒരേ സമയത്ത് കറക്റ്റ് കേൾക്കുന്നത്, അതല്ല. പിന്നെ അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഏതായിരുന്നു? S+V1. S എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റിന് കാട്ടുന്നു. V1 എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് അല്ലേ? അല്ലേന്നൊരു ചോദ്യമില്ല, പറയും. അന്നാണ്. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഹി, ഷീ, പിന്നെ ഏതാന്ന് എവരിബഡി, അതല്ല. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഐ, യു, ദേ, വി, അതെല്ലാം ചെയ്യുന്നു. മിസ്സേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നത്? ഞാൻ പറയാം. നമ്മൾ ഇന്നലെ പഠിച്ചത് ടെൻസ് ആണ്. അത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ പ്രസന്റ് ടെൻസിൽ വരുന്നതാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിലെ യൂണിവേഴ്സൽ ട്രൂത്ത്, ഹാബിറ്റ്സ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ, ടൈം ടേബിളൊക്കെ വരും. പിന്നെ അതിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഉണ്ട്. സിംഗുലറില് ഐ, യു, വി, ദേ, ഹി, ഷീ, അതൊക്കെ എവരിബഡി സിംഗുലർ സബ്ജക്റ്റ് ആണ്.
സിംഗുലർ സബ്ജക്റ്റിന്റെ ഐ വേക്കപ്പ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഐ വേക്കപ്പ് ഏർലി മോർണിംഗ് ഇൻ എവരി ഡേ. ഞാൻ തോന്നുന്നു കേട്ടോ, അറിയില്ല. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ഐ യു വി ദേ എന്ന് പറയാം. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. ദേ പ്ലേ ക്രിക്കറ്റ്. പിന്നെന്താ പറയാ, ഐ വേക്കപ്പ് എവരി മോർണിംഗ് അറ്റ് 6 o'clock എക്സാമ്പിൾസ്. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. പിന്നെ അത്രേ ഉള്ളൂ. കുറച്ച് മനസ്സിലായിട്ടുള്ളൂ. സെന്റൻസ് എഴുതുമ്പോ അങ്ങനെ കുറച്ച് തപ്പല് വരുന്നുണ്ട്. ക്ലിയർ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ആരായിരുന്നു? പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞാലും മതി. പറയും തോറും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ വിളിക്കണമെന്ന് നിങ്ങൾ പറയും. ശരണ്യ പറയൂ. ശരണ്യ ക്ലാസ്സിലുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. വേറെ ആരാ? സാന്ദ്ര. ടീച്ചറെ, ഞാൻ 2 ദിവസമായിട്ട് ക്ലാസ്സിന് കയറിയിട്ടില്ലായിരുന്നു. ഒരു എക്സാം ഒക്കെ ആയിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഇപ്പൊ വയ്യാണ്ടാ ഞാൻ ക്ലാസ്സിൽ കയറിയത്. ആണോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇനി പറയുന്നുണ്ടോ? ഈ പറഞ്ഞവർക്ക് എന്ത് തോന്നി? ക്ലാസ്സിലത് പ്രസന്റ് ചെയ്യുമ്പോ എന്താ തോന്നിയത്? തെറ്റാണോ, മിസ്റ്റേക്ക് ഉണ്ടെന്നോ, എന്തെങ്കിലും തോന്നിയായിരുന്നോ പറഞ്ഞവർക്ക്? മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ചുകൂടെ ക്ലിയർ ആവാൻ. മീൻസ് മിസ് പറഞ്ഞത് ഓക്കെ, നന്നായിട്ടുള്ള പറയാൻ തോന്നി. മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നും കൂടിയും അത് പഠിക്കേണ്ടതുണ്ട്. ഇതിപ്പോ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ? എവിടെയാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്? അത് മനസ്സിലായോ? ക്ലിയർ. അത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സ് ട്രൂത്ത് പറയാനും ഡെയിലി റൊട്ടീൻസും ഹാബിറ്റ്സും പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ക്ലിയർ. ഇത് സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? സ്ട്രക്ചർ പഠിക്കണം. സബ്ജക്ട് പ്ലസ് വെർബ് 1. സബ്ജക്ട് പ്ലസ് V1 ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റൂൾ എന്താണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കണം. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി, ഒന്നും വേണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 എക്സാമ്പിൾ ഈ ടെൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക. 5 എക്സാമ്പിൾ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു. ഓക്കെ, 5 എക്സാമ്പിൾ ഈ ടെൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യും. എവിടെയും പോയി റെഫർ ചെയ്യരുത്. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്താം, ടൈപ്പ് ചെയ്യുക, എനിക്ക് ടെക്സ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാനോട് നിർബന്ധമാണ്. 5 എക്സാമ്പിൾ ഓരോരുത്തരും ടെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ പറയും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടില്ല. സിമ്പിൾ പ്രസന്റിലാണോ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, ഇനി ക്ലാസ് ഇല്ലാത്തവരുടെ ഞാൻ പറയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസ് ആണ് എടുത്തത്. ടെൻസിൽ തന്നെ പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എടുത്തത്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ നമുക്ക് 4 ആക്ഷൻസ്, ഓരോ ടെൻസിലും നമുക്ക് 4 ആക്ഷൻസ് വീതമുണ്ട്. സിമ്പിള്,
പ്രസന്റ് കണ്ടിന്യൂസ്, അതുപോലെ പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ആക്ഷൻസ് ആണ് ഓരോ ടെൻസിലുള്ളത്. അതില് പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആ പ്രസന്റ് ടെൻസിൽ തന്നെ ഫസ്റ്റ് ആക്ഷൻ ആയ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇവിടെ സ്ക്രീനിൽ കാണാം കേട്ടോ. സബ്ജക്ട് പ്ലസ് V1 ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് പറയാനും, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനും, നമ്മുടെ ഹാബിറ്റ്സ് പറയാനും, അത് യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ പറയാനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, മത്സ്യങ്ങൾ ജലത്തിൽ ജീവിക്കുന്നു. അതുപോലെ ഹാബിറ്റ്സ് ആണെങ്കിൽ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, ഞാൻ ബ്രഷ് ചെയ്യുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് രാവിലെ ജിമ്മിൽ പോകുന്നു, ഞാൻ എക്സസൈസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ റൊട്ടീൻസ് ആണ്. അപ്പൊ ഇത്രയും ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ സബ്ജക്ട് ഉണ്ട് അല്ലെ, സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. ഇതിൽ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, ഈസ്, എവരിബഡി ആണ് സിംഗുലർ സബ്ജക്ട്. He, she, is, everybody, singular subject. And plural subject, I, you, we, they ആണ് plural subject. Okay. ഇനി വെർബ്, വെർബിനെ കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ് എടുത്താണ്. V1, V2, V3 ഫോംസ് ഉണ്ട് വെർബില് അല്ലെ. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെ. അങ്ങനെ 3 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. 4ാമത്തെ ഫോം ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നു, ING ഫോം ആണ്. അപ്പൊ അതിൽ ബേസ് ഫോം ആണ് ഇവിടെ V1. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായി, V1 എന്താണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ റൂൾ ഉണ്ട്. റൂൾ മീൻസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ ഈ വെർബിനെ എങ്ങനെ പ്ലൂറൽ ആക്കാം, സിംഗുലർ ആക്കാം? നമ്മൾ നോർമലി കാണുന്ന എല്ലാ V1 ഫോംസും അല്ലെങ്കിൽ എല്ലാ V1 വെർബുകളും പ്ലൂറൽ വെർബുകളാണ്. ആ വെർബിനെ നമ്മൾ സിംഗുലർ ആക്കാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ എന്ത് പറയും? റൈറ്റ്സ് എന്ന് പറയും. പ്ലേ ആണെങ്കിൽ പ്ലേസ്, ഗോ ആണെങ്കിൽ ഗോസ്. ഇതാണ് എന്ത് സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. എസ് ആഡ് ചെയ്യാം അല്ലെ, എസ്ഒ ഇഎസ്ഒ വേർഡിന്റെ ബേസിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. അതാണ് സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനോട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. സിംഗുലർ സബ്ജക്റ്റ് ഏതാണ്? ഇപ്പോ ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ്. അപ്പൊ ഹീയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഏതായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വെർബിന്റെ കൂടെ ഒരു എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ അവൾ എഴുതുന്നു എന്നാണെങ്കിൽ ഹി റൈറ്റ്സ് എന്ന് പറയണം. ഇനി ഞാൻ എഴുതുന്നതാണെങ്കിലോ ഐ റൈറ്റ് എന്ന് പറയണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ഒരു 5 എക്സാമ്പിൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യാട്ടോ. ലെങ്തി ആയിക്കോട്ടെ, ഒബ്ജക്ട്സും പ്രപ്പോസിഷൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോട്ടോ എല്ലാവരും.
ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും ആരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസ് മാത്രം ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. I wake up at 6 o'clock every morning. The sun rises in the east. I'm not in the English class. Mistake on it. She write the note. Okay. You go to the temple every day. That's Shinju. Munamate example mistake on it. Then Anu, I read books. She sings well. We study English. Then watch TV. He plays football. Correct. Then എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. 5 എക്സാമ്പിൾ. ഓക്കെ. അനു അത് എന്തുകൊണ്ട് സോറി ചിഞ്ചു അത് എന്തുകൊണ്ട് മിസ്റ്റേക്ക് ആയി ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്യൂട്ടോ. ഓക്കെ. അപ്പൊ ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. Yeah, Vishnu correct ആണ്. I cook food, I brush my teeth every morning and I give അല്ല. അത് മിസ്റ്റേക്ക് ആണ്. കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ആരുടെയാണ് മിസ്റ്റേക്ക്? ഗ്രീഷ്മ തേർഡ് എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. ഓക്കെ. ചെക്ക് ചെയ്യുക. മുപ്പത്തിലാണ് കറക്റ്റ് ആണ്. ജെനി ജെനി തേർഡ് എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. ഫോർത്ത് എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. ബാക്കി ആരാണ്? She plays every day. എവിടെയാണ് എവരിഡേ? എവിടെ എങ്ങനെയാ വരാം? ഗ്രൗണ്ട് ആണോ? അവിടെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്? ചെക്ക് ചെയ്യൂ. ജെന്നിയുടെ തേർഡ്, ഫോർത്ത് ആൻഡ് 5 എന്താണ്? ഓക്കെ, കറക്റ്റ് ചെയ്യൂട്ടോ. Then Anu Jimon. Anu Jimon third, fourth, 5 മിസ്റ്റേക്ക് ആണ് കേട്ടോ. കറക്റ്റ് ചെയ്യും. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. Shamima, I brush my teeth every day, play cricket in അവിടെ ഇനി വേണ്ട കേട്ടോ ഷമീമ. എവറി മോർണിംഗ് മതി. ഓക്കെ, എവറി ഈവനിങ് മതി. ബോക്സ് ഇൻ ഫാർമസി, fish live in water, the school top at okay. Okay, the school check here ട്ടോ. ഫിഫ്ത്ത് വൺ ഒന്ന് ചെക്ക് ചെയ്യാം. അനുശ്രീ
അനുസരിച്ച് കറക്റ്റ് ആണ്. Then Abhinand. Abhinand correct ആണ്. വീണ തെറ്റാണ്. വീണ മൂന്നാമത്തെ ശരിയാണ്, ലാസ്റ്റ് വണ്ണും ശരിയാണ്, ബാക്കി എല്ലാം മിസ്റ്റേക്ക് ആണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് വൺ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഗ്രീഷ്മയുടെ കറക്റ്റ് ആയിട്ടോ, അത് കറക്റ്റ് ആണ്, കറക്റ്റ് ചെയ്ത് ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. അവിടെ ഏ വേണമെന്നില്ല, കൗ ഗിഫ്റ്റ്സ് നിൽക്കുന്ന പറഞ്ഞാലും മതി, ഏയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഇനി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞവര് കറക്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അനു മിസ്റ്റേക്ക് ആണ്. അനു തെറ്റാണ് കേട്ടോ. ഒന്നുകൂടെ ഇത് ചെക്ക് ചെയ്യേ. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയേ. ഓക്കെ, അമൃത അമൃത കറക്റ്റ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ എന്തായിരുന്നു? ഐ ചെക്ക് ഇൻ മൈ കിഡ്സ് ബിഫോർ സ്ലീപ്പിംഗ്. ചിഞ്ചു സെക്കൻഡ് എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ്. എന്റെയാണോ സെക്കൻഡ് എക്സാമ്പിൾ? അനുവിന് രണ്ടും മിസ്റ്റേക്ക് ആണ്. രണ്ടാമത് സെൻഡ് ചെയ്തില്ലേ, ഷീ കുക്കിംഗ് വെൽ, എവരിബഡി ഈസ് വാച്ചിങ് മൂവീസ്, ഇത് രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിന് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഒന്നുകൂടെ കറക്റ്റ് ചെയ്തൊക്കെയാണോ? ആൻഡ് ചിഞ്ചുവിന് രണ്ടാമത്തെ എക്സാമ്പിള് മിസ്റ്റേക്ക് ആണ് കേട്ടോ. സ്കൂൾ ലെറ്റസ് അവിടെ എന്താണ് ഉദ്ദേശിച്ചത് സമീമ? ഷമീമ ഇത് ഓക്കെ ആണ്, സെന്റൻസ് വൈസ് മിസ്റ്റേക്സ് ഒന്നുമില്ല, പക്ഷെ അത് സിമ്പിൾ പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, ഷമീമ വേറൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. സാന്ദ്ര മൂന്നാമത്തെ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണേ. മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഷീസ് കുക്കിംഗ് അല്ല. അനു ചെക്ക് ചെയ്യൂ, സ്ട്രക്ചർ നോക്കിയേ. സബ്ജക്ട് പ്ലസ് V1, സബ്ജക്റ്റും V1 മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റിന്റെ കൂടെ ഒരു V1 ആഡ് ചെയ്യുക. അതിന്റെ കൂടെ എന്തിനാണ് ഈസ്, ing പോയിന്റ്, എന്തിനാ? അതൊന്നും ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. ഓക്കെ, ആ സ്ട്രക്ചറിന്റെ ബേസ് ചെയ്ത എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഒന്നുകൂടെ 4 വീഴ്ചിട്ടൊന്ന് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Chinju and watch the English class. പിന്നെയും മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്തേ, ഏതൊക്കെയാണ് സബ്ജക്ട് നോക്കിയേ. ഒന്നുകൂടെ ആലോചിച്ച കിട്ടും. ഓക്കെ,
You watch on your ship's well, that's chocolate. ഓക്കെ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? ഈ ഐയുടെ കൂടെ ആം ആഡ് ചെയ്യുന്നു. ഈ ആം എന്ന് പറയുന്നത് എന്താണ്? അത് ഓക്സിലറീസ് ആണ്. Auxiliary verb. മനസ്സിലായി? നമുക്കിവിടെ വേണ്ടത് സബ്ജക്റ്റ് മാത്രമാണ്. ഐ മാത്രം മതി, അല്ലെങ്കിൽ യു മാത്രം മതി, ഷീ മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ വെർബ് ആണെങ്കിൽ V1 ഫോം മാത്രം മതി. ഇപ്പൊ ing കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ മാത്രം. ഇതിന് ഞാൻ പറഞ്ഞ സ്ട്രക്ചറിന്റെ ബേസിൽ മാത്രം നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം ഉണ്ടെങ്കിൽ സെന്റൻസ് ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യൂ. ഒരുപാട് പേരൊന്നും ടെക്സ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയം തന്നെ എന്തിനു വേണ്ടിട്ടാ? ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? നിങ്ങൾ എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും ആലോചിച്ച് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, I sleep by practicing. Okay, every morning I write notes every day. Correct. വീണ correct ആണ് കേട്ടോ. I know everybody watches movies. Correct ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നിങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പ്രശ്നം മുഴുവൻ വരുന്നത്. അതെ, ആ രീതിയിൽ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യൂ. I watch the English class, അല്ലെങ്കിൽ I watch English class എന്ന് പറഞ്ഞാലും മതി. ചിഞ്ചു ക്ലിയർ ആണ്, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ചെയ്യൂ, ആലോചിച്ച് നിങ്ങൾ പുതിയ പുതിയ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നോ രണ്ടോ അല്ല, ഇതുപോലെ 5 എക്സാമ്പിൾ ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്തേ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം നമുക്ക് ക്ലാസ് സ്ട്രെങ്ത് ഉണ്ട്. I think ഒരു 15 above സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അത്രയും മെസ്സേജസ് വരണം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ എല്ലാവരും. ഇനിയിപ്പോ ടെക്സ്റ്റ് ചെയ്ത് കറക്റ്റ് ആയവരും മിസ്റ്റേക്ക് ആയവരും എല്ലാവരും ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ.
Jenny, we are organized meeting in Mumbai. Sentence okay ആണ്, mistake ഒന്നുമില്ല. പക്ഷേ simple present tense ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തെറ്റാണ്. Okay. Then Amrita, Ashu goes to school every day. I go to school every day. He helps his mother. Yeah, correct. Correct. No, Amrita. Okay, next year. I watched the movie. I watched movie in theater. I watch movie in theater. Okay. I think it's now we go to the park in the evening. She sleeps the bird. She sleeps the bird. അത് വേണ്ട. She sleeps എന്ന് പറയുന്നത് അത് ഓക്കെ ആണ്, പക്ഷെ ആ സെന്റൻസ് അത്ര ഓക്കെ അല്ല. I like biryani. Yeah, correct ആണ്. Ginger. Then next. Okay, Jenny correct ആണ്. Then Anu വേണ്ടി correct ആണ് ട്ടോ. Okay, miss. ഇനി നെക്സ്റ്റ്. ഇനി കുറെ പേര് ടെക്സ്റ്റ് ചെയ്യാനുണ്ട്, ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്യാനുണ്ട്. ആരൊക്കെയാന്ന് ഞാൻ പറയണോ? അഭിനന്ദ് ഒരു ടെക്സ്റ്റ് ചെയ്താണ്. അനുശ്രീ, ഫാത്തിമ, രിഷ്മ, ലിജിന, മിശ്രി, നജി, പിന്നെ സാന്ദ്ര, ഷമീമ. ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ.
ഓക്കെ ഹിസ്റ്ററി ഇതില് 4ാമത്തെ എക്സാമ്പിള് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഈ ടെൻസിനെ ബേസ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഞാനിപ്പോ പറയുന്ന എല്ലാ മിസ്റ്റേക്സും ടെൻസിനെ ബേസ് ചെയ്തുള്ള മിസ്റ്റേക്സുകളാണ് കേട്ടോ. ഓക്കെ ഹിസ്റ്ററിയുടെ 4ാമത്തെ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണേ. Read, I brush my teeth. Every morning I read books. I wash clothes. I drink tea. I ride a bicycle. Yeah, Veena correct aane. Then Sandra, I like dance. We have each other. I really have regrets. Yeah, Sandra correct aane. Fatima. Yeah, Fatima correct aane ട്ടാ. Okay, അപ്പോൾ ഇതോടുകൂടി എല്ലാവർക്കും സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ ടെൻസും പഠിക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം. കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. കറക്റ്റ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, കാരണം അറിയാലോ പക്ഷേ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ക്ലാസ് പോകാം. നിങ്ങൾ ഇതേപോലെ തന്നെ പ്രസന്റ് ചെയ്യേണ്ടതാണ്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ മാക്സിമം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതുവരെ പഠിച്ചതെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ അല്ല എല്ലാവർക്കും? ക്ലിയർ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഗ്രീഷ്മ കറക്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം പ്ലൂറൽ വെർബ് ആണ്. സിംഗുലർ വെർബ് കൂടെ ആഡ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്യണം. കേട്ടല്ലോ? ഇനി നാളെ ഞാൻ വരട്ടെ? നാളെ ഞാൻ വന്നോ? ബോറടിക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ കണ്ട്? മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇത് ഞാൻ തന്നെയാണ്. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 3 ദിവസം ഞാനാണ്. നാളെ വരണോ? നാളെ കൂടെ വന്നാൽ നിങ്ങൾ വരണ്ടാന്ന് പറയൂ എന്നോട്. വരണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. വരണമെന്നേ പറയുള്ളൂ. പക്ഷെ ഞാൻ വരില്ല. മിസ് പോരെ? അതെ അതെ അതെ, നമുക്ക് ഒരു ക്ലാസ്സിൽ സംസാരിച്ചിരിക്കാം, ഒരു ക്ലാസ്സിനകത്ത് ക്ലാസ് എടുക്കാം. എന്ത് രസമല്ലേ? ഇത്ര മനോഹരമായ ആചാരങ്ങൾ പലതും തോന്നി. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? പഠിപ്പിക്കുന്ന പോർഷൻസ് എല്ലാം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ക്ലിയർ ആണ്? വേറെ കുഴപ്പമൊന്നുമില്ല. മിസ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു കണക്കിനാണ് എഴുതി പിടിപ്പിച്ചൊക്കെ വിട്ടത്. ടൈപ്പ് ചെയ്യാനാണോ? ടൈപ്പ് ചെയ്യാനല്ല, അത് ആ വാചകം അങ്ങനെ കറക്റ്റ് ആക്കി എടുക്കണ്ടേ. എനിക്ക് ചിലതൊന്നും അങ്ങോട്ട് ശരിക്കും മനസ്സിലാവണില്ല. ഈ ടെൻസിന്റെ ഉണ്ടാവും. ഓക്കെ, അനു നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്നോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, ശരി, ക്ലിയർ ആക്കിട്ട്. ഇതുപോലെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയണേ, എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കേട്ടല്ലോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടാവോ ഒന്നും വിചാരിക്കണ്ട. എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മാത്രം അറിയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്നോടല്ലേ പറയേണ്ടത്. പറയാ, അതിനനുസരിച്ച് ക്ലാസ് മുന്നോട്ട് പോവാം. ഓക്കെ, കുറച്ച് ടൈം എടുത്തിട്ട് മിസ് എഴുതും. എന്തോ? കുറച്ച് ടൈം എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുന്നു. കുറച്ച് ടൈം എടുത്ത് കറക്റ്റ് ആയിട്ട് എഴുതുന്ന സെന്റൻസ്. കുറച്ച് ടൈം എടുത്താണ് എഴുതുന്നത്. അങ്ങനെയാണോ? ഓക്കെ, കുഴപ്പമില്ല. അതിനുള്ള ടൈം ഞാൻ തരുന്നുണ്ടല്ലോ. ടൈം എടുത്തോളൂ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പഠിക്കണം. ഓക്കെ, that's our final plan കേട്ടോ. So thank you all. See you next class. Okay, bye. Thank you, miss. Okay, thank you, miss.